ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ ചക്കയുടെയും മാങ്ങയുടെയൊക്കെ സീസണാണല്ലോ. അപ്പോൾ അത് കാരണം നമ്മുടെ വീട്ടിൽ നിറയെ ഈച്ചയുടെ ശല്യം വരാറുണ്ട്. അപ്പോൾ ആ ഒറ്റ പൈസ പോലും ചിലവില്ലാതെ നമുക്ക് ഈച്ചയെ തുരത്താനുള്ള ഒരു കിടിലൻ ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തുളസി ഇല എടുക്കാം കേട്ടോ. തുളസി ഇല ഇല്ലാത്ത വീടുകൾ കാണില്ല. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് തുളസി ഇല ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു നീളമുള്ള കമ്പൊക്കെ ഒന്ന് മാറ്റിയ ശേഷം നമുക്കതിൽ പൂവുണ്ടെങ്കിൽ അതോടെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കണതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ തുളസി ഇല ഒരു പിടി അളവിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നവര ഇലയാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ പനിക്കൂർക്ക എന്ന് പറയും. അപ്പോൾ അത് ഞാൻ ഇവിടെ 2 ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു പിടി അളവിൽ വേപ്പല ഉണക്കിയതാണ് കേട്ടോ. നമ്മൾ ആരിയ വേപ്പല വെയിലത്ത് വെച്ച് ഉണക്കി നല്ലതുപോലെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് ഞാൻ ഇവിടെ ഒരു പിടി അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഔഷധ ഗുണമുള്ള കാര്യങ്ങൾ, നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി അത് നല്ലതുപോലെ അതിൻ്റെ സത്തെല്ലാം ഊറി ആ വെള്ളത്തിൽ വരണം കേട്ടോ. ആ ഗ്രാമ്പൂവിൻ്റെയും തുളസി ഇലയുടെയും നവര ഇലയുടെയും എല്ലാം ഊറി വേണം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു പിടി അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഏറ്റവും നല്ലതാണ് കേട്ടോ ഈച്ചയെ തുരത്താൻ. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് തിളച്ച് ആ സത്തെല്ലാം നല്ലതുപോലെ ഊറി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതിവിടെ അതിൻ്റെ കളറെല്ലാം നല്ലതുപോലെ മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ, ആ വെള്ളത്തിൻ്റെ കളറൊക്കെ. അപ്പോൾ ഇനി ഒരു 10 മിനിറ്റും കൂടി അതിരുന്ന് തിളക്കട്ടെ. അപ്പോൾ നല്ലതുപോലെ റെഡിയാവും. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് നല്ലതുപോലെ ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കണം. അപ്പോൾ ഈ ഒരു അളവിൽ ഈ ഒരു കളർ കിട്ടുന്നത് വരെ നമുക്കതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിനെ ഒന്ന് ചൂടാറിയ ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഇതെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ നല്ലതുപോലെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ചൂടാറിയ ശേഷം ഇത് ഒരു ബോട്ടിലിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ അതാണ് നല്ലത്. ഞാൻ ഇവിടെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടപ്പിലേക്ക് 2 ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതായി ഞാൻ ഇവിടെ ഒരു ബോട്ടിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ സാധാരണ ഒരു ബോട്ടിലെടുത്ത് അതിലേക്കാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ അതിലൊഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അതിന് ശേഷം ഞാൻ അടപ്പിൽ 2 ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു നമ്മൾ കിച്ചണിൽ പാചകമൊക്കെ ചെയ്ത ശേഷം കിച്ചൺ ടൈലിലും അതുപോലെ എല്ലായിടത്തും ഒന്ന് നമ്മൾ തേച്ചൊക്കെ ഇതുപോലെ തുടച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ഈച്ച ശല്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ. നമ്മളിതിൽ ഉപ്പൊക്കെ നമ്മൾ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ലതുപോലെ ഈച്ച ശല്യം കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ ഈ കൗണ്ടർ ടോപ്പിലൊക്കെ എല്ലാം നല്ലതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഡൈനിങ് ടേബിളിലൊക്കെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അവിടെ നമുക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഡൈനിങ് ടേബിളിലൊക്കെ വരുന്ന ആ ഒരു ഈച്ചയുടെ ശല്യമൊക്കെ നല്ലതുപോലെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ടാൽ മതി കേട്ടോ. ഒട്ടും തന്നെ ഈച്ചയുടെ ശല്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഇത് ചെയ്യണം കേട്ടോ. നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തതിന് ശേഷം പിന്നെ ചെയ്യാതിരിക്കല്ല. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ ഈച്ച ശല്യം കുറയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിന് മാത്രമല്ല കേട്ടോ, നമ്മുടെ വീട്ടിലുള്ള ടീപ്പോയുടെ പുറത്തൊക്കെ ഇതുപോലെ ഒന്ന് നമ്മൾ ചായയൊക്കെ എപ്പോഴും ഇരുന്ന് കുടിക്കുന്ന സ്ഥലത്തൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നമ്മൾ തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ ഈച്ചയുടെ ശല്യം കുറവായി കിട്ടും. അതുപോലെ തന്നെ ഇപ്പോഴും മാങ്ങയുടെ ചക്കയുടെ സീസണായിട്ട് തന്നെ നല്ലതുപോലെ ഈച്ച ശല്യം എല്ലാ വീട്ടിലും കാണും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അടുത്ത് നമ്മൾ ഗ്യാസ് അടുപ്പിലൊക്കെ നമ്മൾ പാചകമൊക്കെ ചെയ്ത് തീർന്നതിന് ശേഷം നമ്മൾ ഇതുപോലെ ഈ ഒരു ബോട്ടിലുള്ള വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തതിന് ശേഷം നല്ലൊരു തുണി വെച്ച് നല്ലതുപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുകയാണെങ്കിൽ നമ്മളെ കിച്ചണിലൊക്കെ നല്ലതുപോലെ ഈച്ചയുടെ ശല്യം ഒഴിവാക്കി കളയാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തുടച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ഈച്ചേനെ നമുക്ക് വീട്ടിൽ നിന്ന് തുരത്താൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നല്ലൊരു ടിപ്സാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നു പോവല്ലേ.